മുളിയാറിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ വീടിന് നേരെ അജ്ഞാതരുടെ അതിക്രമമെന്ന് പരാതി. ചൂരിമുല്ലയിലെ CH ഹാരിസിന്റെ വീട്ടിലാണ് അക്രമികൾ അഴിഞ്ഞാടി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വീടിന്റെ ഗേറ്റും മതിലുമെല്ലാം വാഹനം കൊണ്ട് ഇടിച്ചു തകർത്ത നിലയിലാണ്. ഇതുകൂടാതെ വീടിനും വലിയ തോതിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. പ്ലംബിംഗ് സംവിധാനവും സാമഗ്രികളും കുഴൽക്കിണറും നശിപ്പിച്ചു. വെടിയുതിർത്തതുപോലുള്ള തുളയും കാണാം. എത്രയും വേഗത്തിൽ ഗൃഹപ്രവേശം നടത്താനുള്ള തീരുമാനത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട് പണികളെല്ലാം തീർത്തു വരുന്നതിനിടയിലാണ് കാണുന്നവരിലും അറിയുന്നവരിലും പോലും വേദനയുണ്ടാക്കുന്ന ഈ ഒരു അതിക്രമം നടന്നതെന്ന് ഹാരിസിന്റെ പിതാവ് പറയുന്നു. വന്ന് നോക്കുമ്പോഴേക്ക് എൻ്റെ ഗേറ്റ് പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ കയറിയിട്ട് കമ്പൗണ്ട് എല്ലാം പൊളിച്ച് കമ്പൗണ്ട് പൊളിച്ച് പിന്നെ കുറേ പൈപ്പ് പൊടിയാക്കി, വയറിങ്ങിൻ്റെ പൈപ്പെല്ലാം പൊടിയാക്കി, പിന്നെ ഒരു ഡോറിൻ്റെ ഈ മറ്റേ ജനലിൻ്റെ ഗ്ലാസ് പൊടിയാക്കിന്. അങ്ങനെ ഇതെല്ലാം പൊടിയാക്കിയിട്ട് കുത്തി പൊളിച്ച് ബോറിൻ്റെ പൈപ്പടക്കം പൊടിയാക്കിന്. അത് ഇന്ന പോലെ പൊടിയാക്കുന്ന ഒരു ആരും പിന്നെ അത് കണ്ട ആൾക്ക് എല്ലാവർക്കും അതൊരു മനസ്സ് ബേജാറാന്ന അതൊക്കെ അത് തന്നെ എന്ന് പറഞ്ഞെങ്കിൽ പുതിയ കെട്ടിയിട്ട് തേച്ചിട്ട് ആ തേപ്പ് വരെ ഉണങ്ങിയിട്ടില്ല വെള്ളം കൊടുത്തിട്ട്. അങ്ങനത്തെ ഇപ്പൊ കെട്ടിയിട്ട് അറിഞ്ഞെങ്കിൽ ഈ മാസം കൂടിയാണെന്ന് പറഞ്ഞിട്ട് അർജന്റാക്കിയിട്ട് കെട്ടിയിട്ട് തേച്ചിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണങ്ങുന്നുള്ളത്. ഈ മാതിരി ചെയ്തു പോയിരിക്കുന്നത്. ആരോടും ഒരു തരത്തിലുള്ള ശത്രുതയും വെച്ചുപുലർത്തുകയോ കാണിക്കുകയോ ചെയ്യാത്ത തങ്ങളോട് ആരാണിത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും അറിയാതെ വിഷമിക്കുകയാണിവർ. നേരത്തെ ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു ഭൂമി വില കൊടുത്തു വാങ്ങാൻ ധാരണയാക്കിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് ചില അപാകതകൾ കാരണം ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരുന്നുവെന്നും ഹാരിസിന്റെ പിതാവ് വ്യക്തമാക്കി. ഇതിലുള്ള വൈരാഗ്യമായിരിക്കാം ഈ അക്രമത്തിന് പിന്നിലെന്നും ഇപ്പോഴിവർ സംശയിക്കുന്നു. നിർമ്മിതികളും സാധനങ്ങളുമെല്ലാം നശിപ്പിക്കപ്പെട്ടതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-നാണ് അവിചാരിതവും അവിശ്വസനീയവുമായ അക്രമം നടന്നത്. അന്ന് തന്നെ ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയായി പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരശേഖരണത്തിനോ പരിശോധനയ്ക്കോ ആരും ഇവിടെ എത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.